പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ ദശകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും. അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും. അരുളാൽ വരും ഇമ്പം. അരുളാൽ ഇമ്പം വന്നുചേരും അഥവാ സുഖം വന്നുചേരും. അൻപകന്നൊരു നെഞ്ചാൽ, അൻപില്ലാത്ത മനസ്സിന് ഉടമയായി തീർന്നാൽ വരും അല്ലലൊക്കെയും, സർവവിധ അല്ലലുകളും ദുഃഖങ്ങളും വന്നു ഭവിക്കും. ഇരുൾ അൻപിനെ മാറ്റും. ഇരുൾ എന്ന പദം ഇവിടെ അജ്ഞത, അറിവില്ലായ്മ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അറിവില്ലായ്മ അൻപിനെ ഇല്ലാതാക്കി തീർക്കും. അല്ലലിൻ കരുവാകും. അതിൻ്റെ ഫലമായിട്ട് അജ്ഞത അല്ലലിന് കരുവായിത്തീരും, അല്ലലുണ്ടാകുവാനുള്ള കാരണമായി ഭവിക്കും. കരുവാമിത് ഏതിനും, ഏതൊരാപത്തിനും ഇത് കരുവായി ഭവിക്കുകയും ചെയ്യും. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. അരുളാൽ ആനന്ദവും സുഖവും വന്നുചേരും. അൻപൊഴിഞ്ഞ മനസ്സ് ദുഃഖപൂരിതമായി തീരുകയും ചെയ്യും. അജ്ഞാനമാണ് അൻപിനെ ഇല്ലാതാക്കുന്നത്. അത് ദുഃഖകാരണമായും സർവവിധ ദുരിതങ്ങൾക്കും കരുവായും പരിണാമപ്പെടും. അറിവുള്ള മനസ്സിൽ ജീവകാരുണ്യം സ്വയമേവ ഉണ്ടായിക്കൊള്ളും. അറിവില്ലായ്മയാണ് പരദ്രോഹങ്ങൾക്ക് വിത്തുപാകുന്നത്. മനസ്സിൽ അറിവിൻ്റെ പ്രകാശം പരക്കുമ്പോൾ സർവജീവികളിലും കുടികൊള്ളുന്ന ആത്മാവ് ഒന്നു തന്നെയാണെന്നുള്ള ബോധം ഉദിക്കുകയും പരപ്രാണി പീഡനം സ്വാത്മപീഡനം തന്നെയാണെന്നുള്ള താത്വിക ബോധം വെളിപ്പെട്ടു കിട്ടുകയും ചെയ്യും. മതാതീത ആത്മജ്ഞാനത്തിൻ്റെ മഹത്വമാണ് ഇവിടെ ഗുരു വർണ്ണിച്ചിരിക്കുന്നത്. ഈ കൃതിയുടെ ആമുഖ പഠനത്തിൽ നാം മനസ്സിലാക്കിയ കാര്യമാണ് സെമറ്റിക് മതങ്ങൾ അന്യജീവികളെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണെന്ന വാദം ഉന്നയിക്കുന്നവരാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മമായ സത്യാവസ്ഥ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ ജഗദീശ്വരൻ ഒരിക്കലും അങ്ങനെ മനുഷ്യന് വേണ്ടി മാത്രം ഈ ലോകത്തെയും ലോകത്തുള്ള സർവ്വജീവികളെയും സൃഷ്ടിച്ചു എന്നുള്ള വാദത്തിന് സഹായകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാവില്ല. കാരണം ഈ വിശ്വത്തെ മുഴുവനും താങ്ങി നിർത്തുന്നത് അദൃശ്യമായ ജഗദീശ്വര പ്രഭാവം തന്നെയാണ്. ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം, അപ്പോൾ അതിൽ പലതും നമുക്ക് പ്രതികൂലമായിട്ടും അതുപോലെ നമുക്ക് അഹിതങ്ങളായിട്ടൊക്കെ നമുക്ക് തോന്നും. അത് നമ്മുടെ ഭാഗം മാത്രം നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മെപ്പോലെ തന്നെ മറ്റുള്ള ജീവികൾക്കും ഇവിടെ സർവ്വവിധ അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. ഓരോ ജീവിയും സ്വപ്രകൃതത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ സ്വപ്രകൃതം എന്ന് പറയുന്നത് ജഗദീശ്വര കൽപ്പന തന്നെയാണ്. ജന്തുക്കളിലെ വൈവിധ്യം അത് പ്രകൃതിയിലെ നാനാത്വമാണ്.
നാനാവിധ പ്രകൃതി എന്ന് പറയുന്നത് അത് ഈശ്വര സൃഷ്ടിയാണ്. ഈശ്വരനാണ് അങ്ങനെ അതിനെ വിധാനം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പലതും നമുക്ക് ദോഷകരമായി ഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായി അനുഭവപ്പെടുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പിഴവല്ല. കാരണം അത് അങ്ങനെ പറ്റൂ. നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ലോകം. നമ്മൾ ലോകത്തുള്ള അനവധി നിരവധി ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും നമുക്കുമുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കുകയും നമ്മുടെ സുഖസൗകര്യങ്ങളും നമ്മുടെ സുരക്ഷയും മാത്രം ഉറപ്പാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ പരദ്രോഹമെന്ന് പറയുന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടണം എന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മനുഷ്യനെ ഉദ്ദേശിച്ച് മാത്രമല്ല, സർവ്വജീവികളെക്കുറിച്ചുമാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ജീവിക്ക് ഉപദ്രവം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ സുഖസൗകര്യാർത്ഥം നമ്മൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഒരുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മറ്റു ജീവികൾക്ക് എന്ത് നഷ്ടമാണോ ഉണ്ടാകുന്നത് അതിന് ബദൽ ക്രമീകരണം ചെയ്തു കൊടുത്തതിന് ശേഷമേ നമ്മളത് ആ ഒരു വ്യവസ്ഥയെ നശിപ്പിച്ചു കളയാൻ പാടുള്ളൂ എന്നാണ് ധാർമ്മിക നീതി ഉദ്ഘോഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളൊരു മരം വെട്ടിയാൽ മറ്റൊരു മരം വച്ച് പിടിപ്പിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതുപോലെ ഈ പ്രകൃതിയിലുള്ള എല്ലാ വിധാനീയതകളും നമുക്ക് ഉപദ്രവം ചെയ്യുന്ന പ്രാണികൾ ധാരാളമുണ്ട്. അത് നമുക്ക് ഉപദ്രവമായി തോന്നുന്നത് അവർക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ഇടപെടലും ഉപദ്രവമായി തോന്നുന്നതുകൊണ്ട് ആ ജീവികൾ അവരുടെ സുരക്ഷാർത്ഥം നമ്മെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ സുഖവും എത്രമാത്രം അതിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാണോ അതുപോലെ തന്നെ ഓരോ ജീവിയും അതാതിൻ്റെ സുഖസൗകര്യത്തിനും അതാതിൻ്റെ നിലനിൽപ്പിനും അതാതിൻ്റെ അവകാശങ്ങൾ അനുഭവിക്കുന്നതിലും ശ്രദ്ധാലുക്കളാണ്. അപ്പോൾ പ്രകൃതിയിലുള്ള പലതും പല ജീവികൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മൾ അത് പാടില്ല, അത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് ബലമായിട്ട് പറയുകയും അത് നമ്മൾ പിടിച്ചെടുക്കുകയും അതനുഭവിക്കാൻ വരുന്ന പരപ്രാണികളെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് അത് അനുകമ്പാപൂർവമുള്ള പ്രവൃത്തിയല്ല, അത് അവിവേകമാണ്, അത് കിരാതത്വമാണ്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ എല്ലാ ജീവികളോടും അരുളുള്ളവരായി പെരുമാറണം. അരുളെന്ന് പറയുന്നത് അൻപ് തന്നെയാണ്. അരുളും അൻപും അനുകമ്പയും അതെല്ലാം ഒരേ പൊരുളാണത്. അതിൻ്റെ അർത്ഥം വാക്കുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും അരുൾ, അൻപ്, അനുകമ്പ ഇത് മൂന്നും ഒരേ അർത്ഥദ്യോതകമായ പദങ്ങളാണ്. അത് തുടർന്ന് വരുന്ന പദ്യത്തിൽ ഗുരു തന്നെ അക്കാര്യം വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ ശ്ലോകത്തെപ്പറ്റി ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.